ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രാസമലിനീകരണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. കേന്ദ്രത്തിന് പുറത്ത് ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസി അറിയിച്ചു. നടാൻസ് ആണവ കേന്ദ്രത്തിലാണ് മലിനീകരണ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ആണവ കേന്ദ്രങ്ങളിൽ രാസമലിനീകരണം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലൊരു വ്യക്തത എങ്ങനെ ഉണ്ടാകും? വിവരങ്ങൾ എന്താണ്? വീണ, ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകിയത് റാഫേൽ ഗ്രോസി തന്നെയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ തന്നെയാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു കണ്ടാമിനേഷൻ, അതായത് ഏതോ ഫോറിൻ കെമിക്കൽ ഈ ആണവ കേന്ദ്രത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് ഒരു മലിനീകരണ സാധ്യതയായി നിലനിൽക്കുന്നുവെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ പൂർണ്ണമായും ഡിസ്റ്റിൽഡായ ലെവലിൽ സൂക്ഷിക്കുന്ന, വെള്ളത്തിൽ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഈ ആണവ മെറ്റീരിയലുകളെല്ലാം തന്നെ, യുറേനിയം ബാറുകളൊക്കെ തന്നെ. അത്തരത്തിൽ യുറേനിയം ബാറുകളൊക്കെ സൂക്ഷിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ എന്തോ ഒരു കെമിക്കൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു നിരീക്ഷണം, അതായത് ആണവ സ്ഥാപനങ്ങളെ, ആണവ റിയാക്ടറുകളെയും അത് സ്റ്റോർ ചെയ്യുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരിക്കും. ആ നിരീക്ഷണത്തിലുള്ള പ്രദേശത്ത് ഇത്തരത്തിലൊരു കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൃത്യമായി വരികയാണ്. അതൊരു ഇലക്ട്രോണിക് ഡാറ്റാബേസ് റിപ്പോർട്ടാണ് ലഭ്യമായിരിക്കുന്നത്. അതൊരു മുന്നറിയിപ്പായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ റേഡിയോളജിക്കൽ, അതായത് ഈ ആണവ വികിരണത്തിൻ്റെ ഒരു സാധ്യത, പുറത്തേക്കുള്ള ആണവ വികിരണത്തിൻ്റെ സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ആ ആണവ റിയാക്ടറിൻ്റെ പരിധിയിലും അല്ലെങ്കിൽ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ മേഖലയിൽ, ആ സുരക്ഷിത മേഖലയിൽ തന്നെ, അതിൻ്റെ ആ കെട്ടിടത്തിനകത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് പുറത്തേക്ക് വന്നാലാണ് അത് കാർഷിക രംഗത്തും അല്ലെങ്കിൽ ചെടികളിലൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത്തരത്തിലൊരു റേഡിയേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അപകടകരമായ സാഹചര്യം ഇപ്പോഴില്ല. എങ്കിൽ കൂടി അങ്ങനെ ഒരു മലിനീകരണം സംഭവിച്ചിരിക്കുന്നു. നാറ്റാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആണവോർജ്ജ കേന്ദ്രം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ നിരീക്ഷിക്കുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ ആക്രമണം ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയെന്ന് ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു. ആ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് ഈ സംഭവവികാസം എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ഈ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ, ആണവ റിയാക്ടറെല്ലാം തന്നെ നിർത്തിവെപ്പിച്ചിരിക്കുന്നു. ആണവോർജ്ജ കേന്ദ്രം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക എന്ന ഇസ്രായേലിൻ്റെ കൃത്യമായൊരു നീക്കമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് കുറേയൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ആ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന തിരിച്ചറിവോടെ നടന്ന ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേലിൻ്റേത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണവോർജ്ജ ഏജൻസിയുടെ പ്രവർത്തനം നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധ്യക്ഷൻ തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഭീകരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ സാഹചര്യമോ അത്തരത്തിലൊരു ആണവ വികിരണത്തിൻ്റെയോ ഒരു ആണവ സ്ഫോടനത്തിൻ്റെയോ ഭീതിജനകമായൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എങ്കിൽ കൂടി ആ ആണവ ഉത്പാദനത്തിൻ്റെ, നമുക്കറിയാവുന്നതാണ്, ഇന്നലെ വലിയ തോതിൽ ആറ്റം ബോംബുകളൊക്കെ നിർമ്മിച്ചു എന്ന വിശദീകരണമെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നു. ഇറാൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്ന വിശദീകരണവും നൽകിയിരുന്നു. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്നതിന് സാധിച്ചിരിക്കുന്നുവെന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത് അപകടകരമായ സാഹചര്യത്തിലല്ലെങ്കിലും ഇറാൻ അത് പെട്ടെന്ന് തന്നെ ഇനിയും അടുത്ത സമീപ ഭാവിയിലൊന്നും തന്നെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സാഹചര്യത്തിലല്ല കാര്യങ്ങളുള്ളത് എന്നാണ് ഈ വിവരത്തിൽ നിന്നും, ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, ശരി ഐസൺ.